ഇനി രവി ഫോം 17C പാർട്ട് 1 അക്കൗണ്ട് ഓഫ് വോട്ട്സ് ഡ്യൂപ്ലിക്കേറ്റിൽ തയ്യാറാക്കുന്നു. EVM റെക്കോർഡ് ചെയ്യപ്പെട്ട ടോട്ടൽ വോട്ടുകൾ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് ഫോം 17A എൻ്റർ ചെയ്തതിൽ നിന്നും വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത വോട്ടർമാരുടെ സംഖ്യയിൽ നിന്നും കുറച്ചതുമായി ഒത്തുനോക്കി ശരിയാണെന്ന് ഉറപ്പാക്കണം. ഫോം 17C ഗ്രീൻ പേപ്പർ സീലിൻ്റെ സീരിയൽ നമ്പറും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആകെ ഗ്രീൻ പേപ്പർ സ്ലിപ്സ് അതുപോലെ പോളിംഗ് സ്റ്റേഷനിൽ ഉപയോഗിച്ച സ്ലിപ്പുകളുടെ എണ്ണവും റെക്കോർഡ് ചെയ്യണം. നിങ്ങൾ ഗ്രീൻ പേപ്പർ സീലിൻ്റെ വിവരങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്താൽ മതി. ഫ്രം 17C ABCD എന്ന പുറത്തെ പേപ്പർ സ്ട്രിപ്പ് സീലിൻ്റെ വിവരങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ട. എന്നിരുന്നാലും PRO ഡയറിയിൽ ഗ്രീൻ പേപ്പർ സീലും ABCDയിലുള്ള പുറത്തെ പേപ്പർ സ്ട്രിപ്പ് സീലിൻ്റെയും വിശദാംശങ്ങൾ പൂരിപ്പിക്കണം. പ്രിസൈഡിംഗ് ഓഫീസർ ഡയറിയിൽ സ്പെഷ്യൽ ടാഗിൻ്റെ ഇതുപോലുള്ള വിവരങ്ങൾ നൽകണം. നിങ്ങൾ അക്കൗണ്ട് ഓഫ് വോട്ട്സും വിവിധ സീലുകൾ തുടങ്ങിയ ഫോം 17C പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറിയിലും എഴുതുമ്പോൾ ഇലക്ഷൻ പ്രക്രിയയിൽ അവയുടെ നിർണായകമായ പങ്ക് കണക്കിലെടുത്ത് വളരെ ശ്രദ്ധാപൂർവം തെറ്റുകൾ കൂടാതെ ചെയ്യണം. പോൾ ക്ലോസ് ചെയ്തതിനു ശേഷം വോട്ടിങ്ങിനോട് ബന്ധപ്പെട്ട എല്ലാ പേപ്പറുകളും സാമഗ്രികളും അതിൻ്റേതായ പാക്കറ്റുകളിൽ വെക്കണം. സ്ഥാനാർത്ഥികൾ അവരുടെ ഇലക്ഷൻ അഥവാ പോളിംഗ് ഏജന്റുകൾ എന്നിവരെ താഴെ പറയുന്ന കവറുകളിൽ അല്ലെങ്കിൽ പാക്കറ്റുകളിൽ തങ്ങളുടെ ഒപ്പം സീൽ വയ്ക്കുവാൻ പ്രിസൈഡിംഗ് ഓഫീസർ അനുവദിക്കണം. ഇലക്ടർ റോളിന്റെ കോപ്പികൾ, വോട്ടേഴ്സിന്റെ രജിസ്റ്റർ ഫോം 17A, വോട്ടർ സ്ലിപ്പ്, ഉപയോഗിച്ച ടെൻഡർ ബാലറ്റ് പേപ്പറും 17B ടെൻഡേഡ് വോട്ടിന്റെ ലിസ്റ്റും, ഉപയോഗിക്കാത്ത ടെൻഡേഡ് ബാലറ്റ് പേപ്പർ, ചാലഞ്ചഡ് വോട്ടുകളുടെ ലിസ്റ്റ്, ഉപയോഗിക്കാത്തതും കേടുവന്നതുമായ പേപ്പർ സീൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, പോളിംഗ് ഏജന്റുകളുടെ നിയമന കത്ത്, RO സീൽഡ് പാക്കറ്റിൽ സൂക്ഷിക്കണമെന്ന് പ്രഖ്യാപിച്ച മറ്റെന്തെങ്കിലും പേപ്പർ. താഴെ പറയുന്ന പാക്കറ്റുകൾ EVMനോടൊപ്പം കളക്ഷൻ സെന്ററിൽ ഏൽപ്പിക്കണം. റെക്കോർഡ് ചെയ്യപ്പെട്ട അക്കൗണ്ട് ഓഫ് വോട്ട്സും പേപ്പർ സീൽസും ഫോം 17C. പ്രിസൈഡിംഗ് ഓഫീസർ ഇലക്ഷന് മുമ്പും ഇലക്ഷൻ സമയത്തും ഇലക്ഷന് ശേഷവും നടത്തുന്ന പ്രഖ്യാപനങ്ങൾ. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി, വിസിറ്റ് ഷീറ്റ് കൂടാതെ ഒബ്സർവർ RO എന്നിവരുടെ 16 പോയിന്റ് റിപ്പോർട്ട്. ഇതിനു പുറമെ 4 പാക്കറ്റ് കൂടി തയ്യാറാക്കണം. ആദ്യത്തെ പാക്കറ്റിൽ ശീർഷകമായി എഴുതണം സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ്. അതിൽ ഉൾക്കൊള്ളേണ്ടവ ചുവടെ പറയുന്നു. വോട്ടർ പട്ടികയുടെ മാർക്കഡ് കോപ്പികളുള്ള സീൽഡ് കവർ, രജിസ്റ്റർ ഓഫ് വോട്ട്സ് ഫോം 17A ഉള്ള സീൽഡ് കവർ, വോട്ടർ സ്ലിപ്പുള്ള സീൽഡ് കവർ, ഉപയോഗിക്കാത്ത ടെൻഡേഡ് ബാലറ്റ് പേപ്പറുകളുടെ സീൽഡ് കവർ, ഉപയോഗിക്കപ്പെട്ട ടെൻഡർ ബാലറ്റ് പേപ്പേഴ്സും 17B ടെൻഡേഡ് വോട്ടുകളുടെ ലിസ്റ്റും. ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് അഥവാ റെക്കോർഡ് ഉൾക്കൊള്ളുന്ന കവറിന്മേൽ നിൽ അല്ലെങ്കിൽ ആ കവറിനകത്ത് ഒരു സ്ലിപ്പ് വെക്കണം. അതിൽ എഴുതിയിരിക്കണം അതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് അഥവാ റെക്കോർഡ് നില്ലാണെന്ന്. രണ്ടാമത്തെ കവറിന്മേൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് എന്ന് രേഖപ്പെടുത്തി അതിൽ താഴെ പറയുന്ന കവറുകൾ ഉൾപ്പെടുത്തണം. മാർക്കഡ് കോപ്പി അല്ലാത്ത ഇലക്ടറൽ റോളിന്റെ കോപ്പികളുള്ള കവർ, ഫോം 10 പോളിംഗ് ഏജന്റുകളുടെ നിയമന കത്തുകൾ, ഇത് സീൽ ചെയ്തിരിക്കണം. ഫോം 12B ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുകൾ ഉൾക്കൊള്ളുന്ന കവർ, ചാലഞ്ചഡ് വോട്ടേഴ്സിന്റെ ലിസ്റ്റ് ഫോം 14 ഉൾക്കൊള്ളുന്ന കവർ, ഇത് സീൽ ചെയ്യേണ്ടതാണ്. ഫോം 14A അന്ധരും അശക്തരുമായ വോട്ടേഴ്സിന്റെ ലിസ്റ്റും അവരുടെ ചങ്ങാതിമാരുടെ ഡിക്ലറേഷൻ ഉൾക്കൊള്ളുന്ന കവർ, വോട്ടേഴ്സിൽ നിന്നും വാങ്ങിയ അവരുടെ വയസ്സിനെ കുറിച്ചുള്ള ഡിക്ലറേഷനും കൂടാതെ വോട്ടേഴ്സിന്റെ ലിസ്റ്റുമുള്ള കവറും, ചാലഞ്ചഡ് വോട്ടേഴ്സിനെ സംബന്ധിക്കുന്ന റെസിപ്റ്റ് ബുക്കും ക്യാഷും അടങ്ങുന്ന കവർ. ഈ കവറിൽ ഉൾക്കൊള്ളുന്നത് ഉപയോഗിക്കാത്തതും കേടുവന്നതുമായ പേപ്പർ സീലുകളാണ്, ഇത് സീൽ ചെയ്യേണ്ടതാണ്. ഉപയോഗിക്കപ്പെടാത്ത വോട്ടർ സ്ലിപ്പുകളുടെ കവർ,
ഈ കവർ ഉൾക്കൊള്ളുന്നത് ഉപയോഗിക്കാത്തതും കേടുവന്നതുമായ സ്പെഷ്യൽ ടാഗുകളാണ്. ഈ കവർ ഉൾക്കൊള്ളുന്നത് ഉപയോഗിക്കാത്തതും കേടുവന്നതുമായ സ്ട്രിപ്പ് സീലുകളാണ്. മൂന്നാമത്തെ പാക്കറ്റ് ബഹുവിധ ഇനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പ്രിസൈഡിംഗ് ഓഫീസറിനായുള്ള ഹാൻഡ് ബുക്ക്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ മാനുവൽ, മായാത്ത മഷിയുടെ സെറ്റ്, അതിൽ ഉരുകിയ മെഴുകുകൊണ്ട് സ്റ്റോപ്പേഴ്സിനെ ശരിക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം, സെൽഫ് ഇങ്കിങ് പാഡ്സ്, പ്രിസൈഡിംഗ് ഓഫീസറുടെ മെറ്റൽ സീൽ, ആരോ ക്രോസ് മാർക്കുള്ള റബ്ബർ സ്റ്റാമ്പ്, മായാത്ത മഷി വയ്ക്കുവാനുള്ള കപ്പ്. മറ്റു സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാലാമത്തെ പാക്കറ്റിൽ പോകുന്നു. റിട്ടേണിംഗ് ഓഫീസർ സീൽ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ള മറ്റേതെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ അവയും സീൽ ചെയ്യപ്പെടണം. പോൾ സാമഗ്രികൾ പാക്ക് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ. സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് എന്ന ശീർഷകത്തിലുള്ള പാക്കറ്റിൽ വെച്ചിട്ടുള്ള എല്ലാ 5 കവറിന്മേലും അഥവാ പാക്കറ്റിന്മേലും വെവ്വേറെ സീലുകൾ ചെയ്യണം. കളക്ഷൻ സെന്ററിൽ വെച്ച് സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് എന്ന ശീർഷകത്തിലുള്ള പാക്കറ്റിൽ വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും പരിശോധിച്ചതിന് ശേഷം അത് സീൽ ചെയ്യണം. നമുക്ക് പുനരാഖ്യാനം നടത്താം. ആദ്യം EVMനോടൊപ്പം ഏൽപ്പിക്കാൻ പോകുന്ന 4 കവറുകൾ തയ്യാറാക്കുക. 17C PRO ഡയറി, ഡെക്ലറേഷൻസ്, വിസിറ്റ് ഷീറ്റ് പ്ലസ് 16 പോയിന്റ് റിപ്പോർട്ട്. ഇതിനു പുറമെ കളക്ഷൻ സെന്ററിൽ ഏൽപ്പിക്കേണ്ട താഴെ പറയുന്ന 4 പാക്കറ്റുകൾ തയ്യാറാക്കുക. ഇവയാണ് സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് ശീർഷകത്തിലുള്ള പാക്കറ്റ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് ശീർഷകത്തിലുള്ള പാക്കറ്റ്, ഹാൻഡ് ബുക്കും മറ്റുവിധ ഇനങ്ങളും അടങ്ങിയ പാക്കറ്റ്, മറ്റ് ഇനങ്ങളെല്ലാം അടങ്ങുന്ന പാക്കറ്റ്.